ഇന്ത്യയിലുള്ള പല സ്റ്റാർട്ടപ്പുകളും നിലച്ചുപോയി. കാരണം ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ലോകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പണമില്ല. അവർ വേറെ രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്ത് അവർ മാക്സിമം വന്ന് ഇവിടെ അടിച്ചോണ്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ. പണമുള്ള രാജ്യമെന്ന് പറഞ്ഞ അമേരിക്ക മാത്രമാണ്. പിന്നെ ഏറ്റവും പണമുള്ള രാജ്യമെന്ന് പറയുന്ന പണമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് മോദി കണ്ടിന്യൂ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നരേന്ദ്രമോദി മിഡിൽ ഈസ്റ്റിൽ പോയിട്ടില്ല. എന്താ പോകാത്തതിന്റെ കാരണം? ഈ പറയുന്ന ഒമാൻ വഴി കയറി ഇങ്ങി പോകുന്നു. അങ്ങനെ അല്ലായിരുന്നു നേരത്തെ. എങ്ങനെ പോയാലും 1 വർഷം 3 പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ദുബായിലും അബുദാബിയിലും പോകുമായിരുന്നു. റിലേഷൻഷിപ്പ് നല്ലപോലെ ഉണ്ടാക്കി. കാരണം അതൊരു വലിയ ഹബ്ബായിട്ട് അങ്ങ് മാറി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഇമ്പാക്റ്റ് ആണ് ഈ സംഭവം. ആ ഇമ്പാക്റ്റാണ് ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണ തോതിൽ യു ടേൺ അടിച്ച് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ട്രംപിനെ ഇന്ത്യയിൽ കൊണ്ടുവരണം. NDTVയുടെ വിഷ്ണു സോം സെർജിയോ ഗോർ അമേരിക്കൻ അംബാസഡറുമായിട്ടുള്ള ഒരു ബൈറ്റിൽ 2 ദിവസം മുമ്പ് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് ട്രംപ് എന്നാ ഇന്ത്യയിൽ വരുന്നത്. സെർജിയോ ഗോർ ആൻസർ കൊടുത്തില്ല. മാർക്ക് റൂബിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ട്രംപും ഇന്ത്യയുമായിട്ടുള്ള മോദിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമായി. അത് പഴയ രീതിയിലാക്കിയെടുക്കണം. അതൊരു ടാസ്ക് തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യൻ എക്കോണമിയിൽ കാണുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യയിലെ ഔട്ട്ഫ്ലോ, അതായത് ഇന്ത്യയിൽ വന്ന ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പോകുന്നത്. അതായത് ഗ്ലോബൽ എക്കോണമി പോലും പോസിറ്റീവായിട്ട് കാണിക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമി നെഗറ്റീവായിട്ട് കാണിക്കുന്നു. 8.2 ഇന്ത്യൻ എക്കോണമി കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് നമ്മുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരം ഇത്രയൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ RBI പറയുന്നു അടുത്ത ക്വാർട്ടറിൽ 6% താഴെയായിരിക്കും. ഇതാണ് സത്യം. ബേസിക്കലി ഉള്ള കള്ളത്തരങ്ങളും കപടതകളും തള്ളും മാത്രമായി ഇങ്ങനെ രാജ്യത്തിന് പോകാൻ സാധിക്കും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ എക്കോണമി വളരെ സുപ്രധാനമാണ്. എക്കോണമിയിൽ ഒരു രാജ്യമില്ല. അതിനാരാണ് ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അമേരിക്ക പിണങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപ് എന്ന് പറയുന്നയാള് പക്ക കച്ചവടക്കാരനാണ്. അയാളെ സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. അതിനകത്ത് മോദിയുടെ തരികിടയും വേലയും ഗുജറാത്തി വേലയൊന്നും അയാളുടെ നടക്കത്തൊന്നുമില്ല. അവിടെ H1B വിസ ആണെങ്കിൽ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിൽ അവിടെ സഫർ ചെയ്യുകയാണ് അമേരിക്കയിൽ.